അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി ഓഫ് ടു വാഗമൺ വിത്ത് നമ്മുടെ ഐ ടി. രാവിലെ വണ്ടി എടുത്ത് നേരെ പമ്പിൽ പോയി ഡീസലൊക്കെ അടിച്ചു. നമ്മുടെ വണ്ടി ലീസ് കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് പേര് മാറ്റാനുള്ള ടൈം കിട്ടിയില്ല. ഇത് വേഗം കിട്ടിയ ഒരു ട്രിപ്പുമായിരുന്നു. ഇന്ന് നമ്മൾ ബ്രദേഴ്സ് ഹോളിഡേയ്സിന്റെ പാക്കേജിലാണ് 2 days വാഗമൺ പോകുന്നത്. രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നാളെ എടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ടീമായിരുന്നു ഇന്ന് നമുക്കുണ്ടായിരുന്നു. അവിടെ നാളെ എടുത്ത് നേരെ വാഗമൺ. ഇന്ന് നമ്മുടെ വണ്ടി മാത്രമല്ല, കൂടെ റെഡ് ബി ഉണ്ടായിരുന്നു. ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ വാഗമൺ എത്തി. അവർക്ക് ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ ആദ്യമേ ഹോട്ടലിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ വണ്ടി സൈഡാക്കി ആളെ ഇറക്കി പുള്ളിക്കാരൻ റൂട്ടിലുള്ള ഈ ഹോം സ്റ്റേ അല്ല, ടൂറിസ്റ്റ് ഹോമിലാണ് ഗൈസ് നമ്മൾ ഇന്ന് സ്റ്റേ. രാവിലത്തെ ഫുഡും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ പോയത് മെഡോസിലോട്ടാണ്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര റഷും ആയിരുന്നു. ഈ കിട്ടിയ ഗ്യാപ്പിൽ വണ്ടി ഒതുക്കി ഞങ്ങൾ 4 പേരും കൂടെ തൊട്ടടുത്ത് കണ്ട മലയുടെ മേളിൽ കയറി കുറച്ചു നേരം അവിടെ കാറ്റും കൊണ്ടിരുന്നപ്പോഴാണ് അവർ വിളിച്ച് അവരുടെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു അടുത്ത സ്ഥലത്തായിട്ട് പോകാൻ. തിരിച്ചു വന്ന് മെഡോസിന്ന് ആളെ എടുത്ത് നേരെ നെക്സ്റ്റ് സ്പോട്ട് നമ്മുടെ പൈൻ വാലിയാണ്. നമ്മൾ പൈൻ വാലി എത്തിയപ്പോഴത്തേക്കും അവിടെ മെഡോസിനേക്കാൾ റഷ് ആയിരുന്നു. പോരാത്തതിനകത്ത് പാർക്കിങ്ങും ഫുള്ള്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നെക്സ്റ്റ് ലൊക്കേഷൻ അഡ്വഞ്ചർ പാർക്കിൽ വന്ന് ആളെ ഇറക്കി വണ്ടി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊന്ന് തുടങ്ങി. പിന്നെ മഴ കൂടിയപ്പോഴത്തേക്കും ഇന്നത്തെ പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ ഗൈസ്, ഡേ 2 സ്റ്റാർട്ട് വിത്ത് പൊറോട്ട ആൻഡ് ബീഫ്. രാവിലത്തെ ഫുഡും കഴിഞ്ഞ് ഒരു ഉറക്കവും കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോ കണ്ടതാണ് ഗൈസ് ഇത് ഉച്ചക്കത്തെ വാഗമണിലെ ക്ലൈമറ്റ് ആണ്. രാവിലെ ജീപ്പ് സഫാരിക്ക് പോയ നമ്മുടെ വണ്ടിയിൽ വന്ന ടീമിനെയും എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് കോട്ടയത്തിന്. ട്രിപ്പ് ഇതോടെ കഴിഞ്ഞു ഗൈസ്. പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ കുറച്ച് റണ്ണിങ് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാക്കേജറുടെ ജീപ്പിൽ കയറി. ഈ സെഡോൺ ഇങ്ങനെ വരുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു തലയെടുപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണ് കമന്റ് ചെയ്യേ. നമ്മുടെ വണ്ടിയിൽ വന്നവർക്ക് ഷോപ്പിങ്ങിന് വേണ്ടി മാസ്കോട്ടി ഫാക്ടറിയുടെ അവിടെ നമ്മൾ കൊണ്ടുവന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിയാറായപ്പോഴത്തേക്കും പിന്നെയും ഭയങ്കര മഴയായി ഗൈസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തു, നേരെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ അവിടെ ആളെ ഇറക്കി റെഡ് വീലെ ചേട്ടന്മാരോട് ബൈ പറഞ്ഞ് നമ്മുടെ വണ്ടിയിൽ വന്നവരോടും ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ഷെഡിലോട്ട് പോന്നു ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.